കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിക്കുക. ഓയിൽ നല്ല ചൂടാവുന്നത് വരെ വെച്ചിരിക്കുക. ഓയിൽ ചൂടായി കഴിയുമ്പോൾ അതിൽ നമുക്ക് 1 സ്പൂൺ പെരിഞ്ജീരകം ഇട്ട് കൊടുക്കാം. പെരിഞ്ജീരകം അല്പം മൂക്കുമ്പോൾ അതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കുക. ഇങ്ങനെ നല്ല വഴറ്റി കൊടുക്കുക. അതിൻ്റെ ഒരു പച്ച മണം മാറും വരെ വഴറ്റി കൊടുക്കാവുന്നതാണ്. ഏകദേശം അതിൻ്റെ കളർ മാറി തുടങ്ങിയിട്ടുണ്ട്. പച്ചമണവും ഏകദേശം മാറി. ഇനി ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുക്കുക. ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് 3 വലിയ സവാളയാണ്. അത് നല്ല വഴറ്റി കൊടുക്കുക. സവാള പെട്ടെന്ന് വെന്ത് കിട്ടാനായി ഞാൻ അതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഈ ഓണിയൻ നല്ല റെഡ് കളർ ആവുന്നത് വരെ നമുക്ക് വഴറ്റി കൊടുക്കുന്നതാണ്. ഇനി ഈ ഓണിയൻ നല്ല റെഡ് കളർ ആവുന്നത് വരെ നമുക്ക് വഴറ്റി കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ ലോ ഫ്ലെയിമിലിട്ടാണ് വഴറ്റുന്നത്. ഇങ്ങനെ അടി പിടിക്കുകയാണെങ്കിൽ കുറച്ച് എണ്ണയും കൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ സവാളയുടെ കളർ ഏകദേശം മാറി വരുന്നുണ്ട്.
ഇനി ഇതിലേക്ക് അല്പം കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇപ്പോൾ സവാള നല്ല ചുവന്ന് കഴിഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് എടുത്തു വച്ചിരിക്കുന്ന ചിക്കൻ ഇട്ട് കൊടുക്കാം. ഞാൻ ഇവിടെ ഏകദേശം 1 കിലോ ചിക്കനാണ് ഇട്ടിട്ടുള്ളത്. 1 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ചിക്കൻ നല്ലവണ്ണം സവാളയായിട്ട് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഞാൻ ഇവിടെ 1 സ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഇടുന്നത്. ഒരു ചെറിയ സ്പൂൺ മഞ്ഞൾപ്പൊടി. അത് നമുക്ക് നല്ലവണ്ണം മിക്സ് ചെയ്യാം. ഇതിലേക്ക് ഇനി ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് നമുക്ക് ഇളക്കി അടച്ചു വെച്ച് വേവിക്കാം. ഇപ്പോൾ മഞ്ഞൾപ്പൊടിയും ഉപ്പും എല്ലാം നല്ലവണ്ണം ചേർത്ത് ഇളക്കിയിട്ടുണ്ട്. ഇപ്പോൾ ചെറുതായിട്ട് ഈ ചിക്കനിൽ നിന്ന് തന്നെ വെള്ളം ഊറി വരുന്നുണ്ട്. നമ്മൾ എക്സ്ട്രാ വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. കാരണം ചിക്കനിൽ നിന്ന് നമുക്ക് വെള്ളം ഊറി വന്നോളൂ. ആ വെള്ളത്തിൽ നിന്ന് തന്നെ ചിക്കൻ വേവും. അടിയിൽ പിടിക്കുന്നതെന്ന് തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് ഒരല്പം ചൂടുവെള്ളം തിളപ്പിച്ച് അത് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഇനി ഇതിൽ നമുക്ക് ആവശ്യത്തിന് ചിക്കൻ മസാല ഇട്ട് കൊടുക്കാം. ഞാൻ ഇവിടെ 1.5 ടീസ്പൂൺ ചിക്കൻ മസാലയാണ് ഇട്ട് കൊടുത്തത്. അത് നല്ലവണ്ണം ഇളക്കി കൊടുക്കുക. ഇപ്പോൾ ചെറുതായിട്ട് ചിക്കൻ മസാലയുടെ മണമൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി എന്നിവയാണ് ഇട്ട് കൊടുക്കേണ്ടത്. ഇത് അല്പം അങ്ങനെ ഇരുന്ന് മസാല പിടിക്കട്ടെ. അതുവരെ നമുക്ക് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. ഇനി ഇതിലേക്ക് ഇടാൻ പോകുന്നത് മല്ലിപ്പൊടിയാണ്. മല്ലിപ്പൊടി ഞാൻ ഇവിടെ 2.5 ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. അത് ചെറുതായിട്ട് ചൂടാക്കിയ മല്ലിപ്പൊടിയാണ്. അതും ഈ ചിക്കനുമായിട്ട് നല്ലവണ്ണം മിക്സ് ചെയ്തെടുക്കാം. അടുത്ത് നമുക്ക് ആവശ്യം മുളക് പൊടിയാണ്. മുളക് പൊടിയും ഞാൻ ചൂടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ചൂടാക്കിയ ആ മുളക് പൊടി അത് ഇതിലോട്ട് ഇട്ട് കൊടുക്കാൻ പോവുകയാണ്. ഇവിടെ ഞാൻ 3 സ്പൂൺ മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. നമ്മളിപ്പോൾ 3 സ്പൂൺ മുളക് പൊടിയാണെങ്കിൽ 2.5 സ്പൂൺ മല്ലിപ്പൊടി മാത്രമേ എടുക്കാവൂ. അതായത് മുളക് പൊടിയേക്കാൾ 1/2 ടീസ്പൂൺ കുറവായിരിക്കണം മല്ലിപ്പൊടി. ഇനി ഇതെല്ലാം നല്ലവണ്ണം
മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പം കണ്ടാൽ നമുക്ക് ചിക്കനിൽ ഒരു തുള്ളി വെള്ളം പോലും ഇല്ല. പക്ഷെ നമുക്കിതിൽ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല, കാരണം ചിക്കനിൽ നിന്ന് തന്നെ അടച്ചു വെച്ച് വേവിക്കുമ്പോൾ വെള്ളം ഊറി വന്നോളും. ഇനി ഇത് നമുക്ക് പഴയതുപോലെ അടച്ചു വെച്ച് വേവിക്കാം. കണ്ടോ, ഇപ്പോൾ ചെറുതായിട്ട് ചിക്കനിൽ നിന്ന് വെള്ളം ഊറി വന്ന് തുടങ്ങി. ഇനി നല്ല ഇളക്കി കൊടുക്കുക. ഇടയ്ക്കിടയ്ക്ക് ഇതേപോലെ വെന്തോന്ന് ഇളക്കി നോക്കിക്കൊണ്ടിരിക്കണം, ഇല്ലെങ്കിൽ അടി പിടിക്കും. ഇപ്പോൾ ഏകദേശം ചിക്കൻ ഒരു പകുതി വേവ് ആയിട്ടുണ്ട്. ഇപ്പോൾ ചിക്കൻ വെന്തിട്ടുണ്ട്. കണ്ടോ, നമുക്ക് ആവശ്യത്തിനുള്ള ഗ്രേവിയും എല്ലാം ആയിട്ട് ചിക്കൻ പെരട്ട് റെഡി ആയി കഴിഞ്ഞു. ഇനി നമുക്ക് അപ്പോ ദോശയോ ചപ്പാത്തിക്കോ അതോ ചോറിൻ്റെ കൂടെയൊക്കെ കൂട്ടി കഴിക്കാവുന്നതാണ്. ഇത് നമുക്ക് പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം.